ഹായ് നമസ്തേ കൺഫറൻസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താ? നമ്മുടെ ഖാലിർ റഹ്മാൻ മമ്മൂട്ടി ചിത്രത്തിന്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട്. ടൈറ്റിൽ കേട്ടാ നിങ്ങൾ ഞെട്ടും കേട്ടോ. മട്ടാഞ്ചേരി മാഫിയ. മട്ടാഞ്ചേരി അതിന്റെ ഇത് നോക്കടാ എഴുതിയേക്കണ രീതി വലുതാക്കിയിട്ട് അത് ശരിയാണല്ലോ. അത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് കേട്ടോ. മമ്മൂട്ടി ഫാനാണ്. ഇത് കണ്ട മട്ടാഞ്ചേരി മാഫിയ. ഇത് പിന്നെ ഒരു പണ്ടത്തെ ഒരു പോർച്ചുഗൽ ലുക്ക് ആ രീതിക്കാണ്. നമ്മളെ മട്ടാഞ്ചേരിയിലാണല്ലോ പോർച്ചുഗീസുകാരൊക്കെ ആദ്യം വന്നത്. മറ്റേ കാലിഗ്രാഫി എന്നൊക്കെ പറയുന്നത് ആ രീതിയിലാണ്. സോറി, ഞാൻ കുറച്ച് ഹിസ്റ്ററി ക്ലാസ്സിലോട്ട് പോയി. മട്ടാഞ്ചേരിയിലല്ല വന്നത്. ഓക്കെ വാ. അപ്പം മട്ടാഞ്ചേരിയിൽ നോക്കുകയാണെങ്കിൽ കൂടുതലും ഈ രീതിക്കുള്ള നമ്മുടെ ഡച്ചുകാരും എല്ലാവരും കൂടെ വന്നിട്ടുള്ള ഇങ്ങനത്തെ കൊത്തുപണികളൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ആ ഒരു രീതി അവർ ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ സൈഡിൽ കണ്ട ഒരു വിജയിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ. എനിക്ക് തോന്നി ലുക്ക്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ കള്ളു ഉപ്പി ഇരിക്കുന്നുണ്ട്, ബിയർ ഉപ്പി. ഞാൻ ചായക്കടയെന്ന് പറഞ്ഞു. പിന്നെ ഒരു പട്ടിയുണ്ട്, ബാക്കിൽ ഒരു വിന്റേജ് കാറുണ്ട്. എടാ വിന്റേജ് പടമാണോ അല്ലേ? അപ്പം അങ്ങനെ ആയിരിക്കും. ആസിഫ് അലി ഉണ്ട്, നസ്ലുണ്ട്, മമ്മൂക്കി ഉണ്ട്. അതാണ് കാസ്റ്റ്. പ്രധാന റോളുകളിൽ വരുന്ന 3 പേർ. എനിക്ക് തോന്നുന്നു 3 കാലഘട്ടമായിരിക്കും. എടാ അങ്ങനെ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കൂല. ഖാലിർ റഹ്മാന്റെ ഒരു സിനിമ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് അല്ല. അത് മാത്രമല്ല, ജസ്റ്റ് നമ്മൾ കാണുമ്പോ തന്നെ ഒരു കുറച്ച് പാട്ട്. ഇപ്പൊ നീ നമ്മുടെ ആലപ്പുഴ ചിങ്കാന നോക്ക്, എന്തുകൊണ്ട് അതിനകത്ത് ജസ്റ്റ് പോകുന്നു തുറക്കുന്നു, ഇത്രേ ഉള്ളൂ. അതാണ് പുള്ളിയുടെ ഒരു കൊച്ച. അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് കാര്യം, മ്യൂസിക് റെക്സ് വിജയനും BGM സുഷിൻ ശ്യാമും. അത് വലിയൊരു കാര്യമാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റേ സുഷിൻ ശ്യാമും കുറെ നാളായിട്ട് ഫീൽഡ് ഔട്ടിലാണ്. അപ്പൊ ഈ പടത്തോടു കൂടി മിക്കവാറും വലിയൊരു സംഭവം വരാൻ ചാൻസ് ഉണ്ട്. പാട്രിയോട്ടിലും പിന്നെ അതിന്റെ കൂടെ റെക്സ് വിജയനും കൂടെ വരുമ്പോഴത്തേക്കും മ്യൂസിക് ആണല്ലേ റെക്സ് വിജയൻ. മ്യൂസിക് റെക്സ് വിജയനും BGM സുഷിൻ ശ്യാമും ആണല്ലോ. ഇതില് പക്ക എല്ലാവർക്കും അവരോരോ കിടിലം പൊസിഷനാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഈ പടം കത്തിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും ഒരു സേഫ് സോണിൽ എന്നുള്ള കളിയായിരിക്കും. ആർക്കും ഒരു പാടുള്ള ഇപ്പൊ മമ്മൂക്കൊക്കെ ഈ വിന്റേജ് കാറ് ലുക്കിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കാണുമ്പം ഒരു രസം ഉണ്ടെങ്കിൽ, പക്ഷെ പുള്ളിക്ക് അത് ജസ്റ്റ് ഒരു കേക്ക് വാക്കാണ്. ഈ പടം മിക്കവാറും 100 കോടി അടിക്കും. എന്റെ മനസ്സ് പറയുന്നുണ്ട്, അടിക്കുമായിരിക്കും. കണ്ടു തന്നെ ഒരു ഇത് തോന്നുന്നുണ്ട്. അതുപോലെ പ്രൊഡ്യൂസർ ഖാലിർ റഹ്മാൻ മമ്മൂട്ടി കമ്പനി അടിക്കൂലായിരുന്നു. മമ്മൂട്ടി കമ്പനി ഇങ്ങനത്തെ ഒന്നും എടുക്കൂല. ഇത് മമ്മൂക്ക അഭിനയിച്ചു കഴിഞ്ഞാലും മമ്മൂക്ക ഈ പിള്ളേരെല്ലാരും കൂടെ ഇന്റർവ്യൂലേക്ക് വരുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഖാലിർ റഹ്മാൻ എല്ലാരും കൂടെ ഇരിക്കുമ്പോൾ ഈ പടം കാണും, നല്ല പ്രൊമോഷനും കാണും. ഈ പടത്തിൽ നല്ല പ്രൊമോഷൻ പോരാത്തിന് താണ്ട പുതിയ നമ്മളെ മലയാളത്തിന്റെ തന്നെ പുതിയ പയ്യൻ ഐക്കൺ എന്നൊക്കെ വിളിക്കുന്ന അവരെല്ലാരും ഉണ്ട്. അപ്പൊ അവരൊക്കെ അറിയാലോ. അതിന് ആസിഫ് അലി ഉണ്ട്. പിന്നെ നമുക്ക് മട്ടാഞ്ചേരി മാഫിയ അതിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും സൗബിയും വരും, ശൈലജാക്ക വരും, പിന്നെ ശ്രീനാഥ് ബാസി വരാൻ സാധ്യതയുണ്ട്. ഇവരെല്ലാം വരുമ്പോ തന്നെ പടം കത്തും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ പടത്തിന്റെ പോക്കെന്ന് നമുക്ക് തോന്നുന്നു. ഇനി കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോക്കാം. ഒന്നും ആയില്ല, ജസ്റ്റ് ഒരു കാര്യം വന്നതേ ഉള്ളൂ. കാസ്റ്റിംഗ് എന്തായാലും കാസ്റ്റിംഗ് ക്രൂ ഒക്കെ എന്തായാലും പക്കയാണ്. അതില് വരാൻ പോണ ചില്ലറ ആൾക്കാരൊന്നും അല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും മമ്മൂക്ക് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഒരു വെറൈറ്റി സാധനം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒറ്റ വാക്കി ഈ പടം എങ്ങനെ വ്യാഖ്യാനിക്കും? കൊറേ ഫാൻ ബോയ്കൾക്ക് ഒരുമിച്ചെടുക്കുന്ന പടമാണ്. ആണല്ലേ? സുഷിൻ ശ്യാം, നമ്മുടെ ഖാലിർ റഹ്മാൻ, ആസിഫ് അലി എല്ലാം ഫാൻ ബോയ്സ് ആണ്. അപ്പൊ ഫാൻ ബോയ് പടമോ മട്ടാഞ്ചേരി മാഫിയ അതിന്റെ വിശേഷങ്ങളുമായി അതിന്റെ ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാൻ. ലൈൻ കട്ട്.